യു.എസിലെ 1,46,000 കുടിയേറ്റ കുട്ടികളെ കണ്ടെത്തി, പലരും ദുരുപയോഗത്തിന് ഇരകളായവർ. വാഷിംഗ്ടണ്, മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കയിലേക്ക് പ്രവേശിച്ച 1,46,000 അനാഥരായ കുടിയേറ്റ കുട്ടികളെ കണ്ടെത്തിയതായി ഫെഡറൽ അധികൃതർ വ്യാഴാഴ്ച പറഞ്ഞു. അതേസമയം ഏകദേശം 3 ലക്ഷം പ്രായപൂർത്തിയായവരെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. ദുർബലരായ നിരവധി കുട്ടികളെ വഞ്ചനാപരമായ സ്പോൺസർമാരുടെ കൈവശം പാർപ്പിക്കുകയും ദുരുപയോഗം, തൊഴിൽ ചൂഷണം, ലൈംഗിക കടത്ത് എന്നിവയ്ക്ക് വിധേയമാക്കുകയും ചെയ്തുവെന്ന് ആരോപണം നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വിവരം പുറത്തുവരുന്നത്. അതിർത്തി കടന്നതിനുശേഷം കുട്ടികളെ ദുർബലരാക്കുന്ന വിശാലമായ കള്ളക്കടത്ത്, സ്പോൺസർഷിപ്പ് സംവിധാനത്തിലേക്കാണ് കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നതെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി മാർക്ക് വെയ്ന് മുള്ളിനും ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോസ് ബ്ലാഞ്ചും പറഞ്ഞു. ചില പ്രായപൂർത്തിയായവരും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. കണ്ടെത്തിയ കുട്ടികളിൽ ചിലരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായും മറ്റുള്ളവർക്ക് ഗുരുതരമായ കുറ്റകൃത്യങ്ങളുമായി ബന്ധമുള്ളവരുമാണെന്ന് അഭയാർത്ഥി പുനരധിവാസ ഓഫീസ് ആക്ടിംഗ് ഡയറക്ടർ ആംഗിസലാഡർ പറഞ്ഞു. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കയിലേക്ക് പ്രവേശിച്ച 1,46,000 അനാഥരായ കുടിയേറ്റ കുട്ടികളെ കണ്ടെത്തിയതായി ഫെഡറൽ അധികൃതർ വ്യാഴാഴ്ച പറഞ്ഞു. അതേസമയം ഏകദേശം 3 ലക്ഷം പ്രായപൂർത്തിയായവരെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. ദുർബലരായ നിരവധി കുട്ടികളെ വഞ്ചനാപരമായ സ്പോൺസർമാരുടെ കൈവശം പാർപ്പിക്കുകയും ദുരുപയോഗം, തൊഴിൽ ചൂഷണം, ലൈംഗിക കടത്ത് എന്നിവയ്ക്ക് വിധേയമാക്കുകയും ചെയ്തുവെന്ന് ആരോപണം നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വിവരം പുറത്തുവരുന്നത്. അതിർത്തി കടന്നതിനുശേഷം കുട്ടികളെ ദുർബലരാക്കുന്ന വിശാലമായ കള്ളക്കടത്ത്, സ്പോൺസർഷിപ്പ് സംവിധാനത്തിലേക്കാണ് കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നതെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി മാർക്ക് വെയ്ന് മുള്ളിനും ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോസ് ബ്ലാഞ്ചും പറഞ്ഞു. ചില പ്രായപൂർത്തിയായവരും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. കണ്ടെത്തിയ കുട്ടികളിൽ ചിലരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായും മറ്റുള്ളവർക്ക് ഗുരുതരമായ കുറ്റകൃത്യങ്ങളുമായി ബന്ധമുള്ളവരുമാണെന്ന് അഭയാർത്ഥി പുനരധിവാസ ഓഫീസ് ആക്ടിംഗ് ഡയറക്ടർ ആംഗിസലാഡർ പറഞ്ഞു.